ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 19 നവംബർ 2020 ഇൻട്രാഡേ ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള നിഫ്റ്റി ചാർട്ട് അനാലിസിസ്, ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ്, FIS ആൻഡ് DIS ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ്, നാളത്തെ ട്രേഡിംഗ് സെഷൻ സഹായിക്കുന്ന മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ എന്നിവയാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് അതുപോലെ തന്നെ ചാർട്ട് അനാലിസിസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള കാരണം ടൈം കൺസ്ട്രെയിൻ്റ് ആണ്. അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. ഇനി വെൽത്തി ലൈഫ് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 19 നവംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് 18 നവംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. എന്നിരുന്നാലും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഇൻട്രാഡേ ലോയെ ഇന്നത്തെ ഇൻട്രാഡേ ലോ ബ്രേക്ക് ചെയ്തില്ല. അതോടൊപ്പം തന്നെ 910 മുകളിൽ, അതായത് നിഫ്റ്റിയുടെ 12,900 എന്ന ലെവലിന് മുകളിൽ നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ സസ്റ്റെയിൻ ചെയ്യുകയും ചെയ്തു. ഓവറോൾ ത്രൂ ഔട്ട് ദ ഡേ നിഫ്റ്റി ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ തന്നെയായിരുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട ഹൈലൈറ്റുകൾ. ആൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 12,900 മുതൽ 13,000 വരെയുള്ള റീജിയൻ നമ്മൾക്കൊരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. കൂടാതെ ഇന്നത്തെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും 13,000 മുതൽ 13,100 വരെയുള്ള റീജിയനും ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ആയി മാറിക്കഴിഞ്ഞു. അത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോഴത്തെ മാർക്കറ്റിൽ, അതായത് നിഫ്റ്റി 12,900 മുതൽ 13,000 വരെയുള്ള റീജിയൻ ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റിയുടെ അപ്പർ സൈഡിലേക്കുള്ള റെസിസ്റ്റൻസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം 13,000 ആണ്. ഇനി നമ്മൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ലോവർ സൈഡിലേക്കാണ്. കാരണം RSI നോക്കുകയാണെങ്കിലും MACD നോക്കുകയാണെങ്കിലും നിഫ്റ്റിയിൽ ഒരു വലിയ റാലിയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് RSIയോ അല്ലെങ്കിൽ MACDയോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാർക്കറ്റിൽ കറക്ഷൻസ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊരു സാധ്യത മാത്രമാണ്. ഇനി ടെക്നിക്കൽ അനാലിസിസിൽ വീക്ക്നെസ് കാണിക്കുന്നില്ല. എന്നിരുന്നാലും റാലിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു RSI അല്ല നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലെ റേഞ്ചുകൾ നോക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി 12,860 ലെവലിലായിരുന്നു ഓപ്പൺ ചെയ്തത്. ഇൻട്രാഡേ ഹൈ 12,948 ഇൻട്രാഡേ ലോ 12,819 ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 12,938 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. ഇനി നമ്മൾക്ക് നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും പരിചയപ്പെടാം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരുന്നത് നിഫ്റ്റിയുടെ 12,900 എന്ന റീജിയനാണ്. അതായത് നിഫ്റ്റി 12,910 നിഫ്റ്റിയുടെ ഫസ്റ്റ് സപ്പോർട്ടാണ്. അതിനുശേഷം സെക്കൻഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 12,850, തേർഡ് സപ്പോർട്ടായിട്ട് വരുന്നത് 12,810 മുതൽ 12,790 വരെയുള്ള റീജിയനാണ്. അതായത് ഒരു കറക്ഷൻ വരികയാണെങ്കിലും നിഫ്റ്റിയിൽ ഏകദേശം 12,750 വരെയുള്ള റേഞ്ചിൽ മാത്രമേ ഒരു കൺസോൾട്ടേഷൻ ഫോളോഡ് ബൈ മൈനർ കറക്ഷൻ വരാൻ സാധ്യതയുള്ളൂ. ഇനി നമ്മൾക്ക് നാളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നാളെ വീക്ക്ലി എക്സ്പയറി ആണ്. വോളറ്റിലിറ്റി കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് നിഫ്റ്റിയുടെ റേഞ്ച് അല്പം വലിയ റേഞ്ചിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് പ്രധാനമായും 2 റെസിസ്റ്റൻസുകളേ ഉള്ളൂ. അതായത് ഒന്ന് 12,950 എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, അതായത് ഇന്നത്തെ ഇൻട്രാഡേ ഹൈ. അതുപോലെ തന്നെ രണ്ടാമത്തെ റെസിസ്റ്റൻസ് വരിക 13,000 ആണ്. അതായത് 13,020 ആയിരിക്കും നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ്. ഇനി 13,000 ബ്രീച്ച് ചെയ്ത് കഴിഞ്ഞാലും 13,050 അതുപോലെ തന്നെ 13,100 എന്നീ ലെവലുകളിൽ നല്ല ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് ഓപ്ഷൻ ചെയിൻ അനാലിസിസിൽ നിന്നും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ എക്സ്പയറി നാളത്തെ ദിവസമാണ്, അതായത് 19 നവംബർ 2020 ആണ്. ഇനി ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 13,000 ലെവലിലാണ്. 13,000 ലെവലിൽ അറൗണ്ട് 35 lakh കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റേറ്റ് ആയിരിക്കുന്നത് 13,100 ലെവലിലാണ്. അറൗണ്ട് 5,72,000 കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കൂടാതെ 13,000 ലെവലിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് 2,61,000 കോൺട്രാക്റ്റുകൾ 31,000 ലെവലിൽ നിന്നും എക്സിറ്റ് ആയി എന്നുള്ളതാണ്.
ഇനി നമുക്ക് പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,800 ലെവലിലാണ്. അറൗണ്ട് 38 ലാക്ക് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,900 ലെവലിലാണ്. അറൗണ്ട് 30 ലാക്ക് കോൺട്രാക്റ്റുകളാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 12,900 ലെവലിലാണ്. അറൗണ്ട് 21 ലാക്ക് കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് ഈ റീജിയനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സെക്കൻഡ് ഹയസ്റ്റ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 14 ലാക്ക് കോൺട്രാക്റ്റുകൾ ഇന്നത്തെ ദിവസം 12,800 ലെവലിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഓപ്ഷൻ ചെയിൻ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ പുട്ട് സൈഡിൽ പൊസിഷൻസ് ബിൽഡപ്പ് ആകുന്നതായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം 12,900 ലെവലിലേക്ക് കൂടുതൽ ഓപ്ഷൻസ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ വന്നു തുടങ്ങി. അതായത് 12,900 ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഡേ ബൈ ഡേ പുട്ടിലെ പൊസിഷൻസ് അപ്ഗ്രേഡ് ആവുന്നു, അല്ലെങ്കിൽ ഒരു ബിൽഡപ്പ് ആവുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് സ്റ്റിൽ സ്ട്രെങ്ത് ഈസ് ദെയർ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കോൾ ഓപ്ഷൻ നമ്മൾ നോക്കിയപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റ് 13,000 കഴിഞ്ഞാൽ ഉടനെ തന്നെ 13,100 ലെവലിൽ ഒരു സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ, അതുപോലെ തന്നെ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ കോൾ ഓപ്ഷൻസുകൾ റൈറ്റ് ആവുന്നു. അതിനർത്ഥം 13,000 മുതൽ 13,100 റീജിയനും ഒരു സ്റ്റീപ്പ് റെസിസ്റ്റൻസ് റീജിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് 12,900, 13,000, 13,100 റീജിയൻ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് റീജിയനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നാളത്തെ ട്രേഡിംഗ് സെഷൻ വീക്ക്ലി എക്സ്പയറി ആണ്. നമ്മൾക്ക് മാർക്കറ്റിൽ നിന്നും നല്ല വോളറ്റിലിറ്റിയും കൂടി പ്രതീക്ഷിക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ഇന്നലെ അതായത് 18 നവംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 10,146 കോടി രൂപയുടെ ബൈയിങ്ങും 7,075 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 3,071 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,672 കോടി രൂപയുടെ ബൈയിങ്ങും 6,462 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2,789 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ബൈയിങ് ആണ് നടന്നത്. പക്ഷേ ബൈയിങ്ങിൻ്റെ വോളിയം കുറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന ചില മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ പരിചയപ്പെടാം. വേദാന്ത ബയേഴ്സിന് അല്ലെങ്കിൽ വേദാന്തയിലെ സ്റ്റോക്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. കമ്പനി BPCLൻ്റെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് EOI റൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സെക്ടർ കമ്പനിയായിട്ടുള്ള നാൽക്കോയിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് നാൽക്കോ 50 പൈസ പെർ ഷെയർ എന്ന രീതിയിൽ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. അതുകൂടാതെ റൈസ് എക്സ്പോർട്ട് സെക്ഷനിൽ, അതായത് റൈസ് എക്സ്പോർട്ട് സെക്ടറിൽ നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് ലോക്ക്ഡൗൺ പീരീഡിന് ശേഷം ബസുമതി റൈസിൻ്റെ എക്സ്പോർട്ടിൽ ഏകദേശം 28% വർധനവും, അതുപോലെ തന്നെ നോൺ ബസുമതി റൈസിൻ്റെ എക്സ്പോർട്ടിൽ ഏകദേശം 102% വർധനവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സെക്ടറിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ടതാണ്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഞാൻ പറയാം. ഒന്ന് KRBLും അതുപോലെ തന്നെ രണ്ടാമത്തേത് LT ഫുഡ്സുമാണ്. ഇതുകൂടാതെ ഹൗസിംഗ് ഫിനാൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിൽ അതായത് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട്. ഈ സെക്ടറിനെ കുറിച്ച് ഞാൻ പ്രീവിയസ് ആയിട്ട് ഏകദേശം എൻ്റെ ഒരുവിധ എല്ലാ പ്രീവിയസ് വീഡിയോയിലും ഞാൻ ഈ സെക്ടറിനെ കുറിച്ചൊരു ന്യൂസ് കവർ ചെയ്യാറുണ്ട്. കാരണം ഈ സെക്ടറിൽ ഒരു മൊമെൻറ്റം വന്നു തുടങ്ങി എന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ വരുന്നു. DLF എന്ന് പറയുന്ന കമ്പനി, അതായത് ഹൗസിംഗ് ഫിനാൻസ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് സെക്ടറിലെ ഒരു പ്രധാനപ്പെട്ട കമ്പനിയാണ്. DLF GIC എന്ന കമ്പനിയുമായി ടൈ അപ്പ് ചെയ്ത് ഡൽഹിയിൽ അതിൻ്റെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ DLFൽ സെക്ടർ ബേസും അതുപോലെ തന്നെ വില്ല ബേസുമുള്ള ഡിമാൻഡ് വളരെ കൂടി എന്നാണ് ഒരു DLFൻ്റെ തന്നെ മേധാവി പറയുന്നത്. ഇതുകൂടാതെ 2 ദിവസത്തിന് മുൻപേ നമ്മൾ DLF ഡോ ജോൺസിൻ്റെ സസ്റ്റൈനബിലിറ്റി ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇതെല്ലാം DLF എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി COVID-19 വാക്സിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ന്യൂസ്. COVID-19 വാക്സിനായ ഫൈസറിൻ്റെ ഫൈനൽ ക്ലിനിക്കൽ ടെസ്റ്റിൽ കമ്പനി ഏകദേശം 95% എഫക്റ്റീവ്നെസ് ആണ് അവകാശപ്പെടുന്നത്. അതുകൂടാതെ തന്നെ
എമർജൻസി കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നതിൻ്റെ അപ്രൂവലിൻ്റെ പടിക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഏത് സമയത്തും കമ്പനിക്ക് എമർജൻസി കോവിഡ് വാക്സിൻ നിർമ്മിക്കാനുള്ള അപ്രൂവൽ കിട്ടും എന്നാണ് കമ്പനിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ഫാർമ സെക്ടറിലെ മറ്റൊരു കമ്പനിയായിട്ടുള്ള സൺ ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. അതായത് ക്രെഡിറ്റ് സ്യൂസ് എന്ന് പറയുന്ന ക്രെഡിറ്റ് ഇഷ്യൂയിങ് ഏജൻസി അല്ലെങ്കിൽ റേറ്റിംഗ് ഏജൻസി സൺ ഫാർമയെ ഡൗൺഗ്രേഡ് ചെയ്തു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സൺ ഫാർമ അതിൻ്റെ പിയർ കോമ്പറ്റേറ്റേഴ്സുമായി അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള റീസൺ ആണ്. പിന്നീട് ഇന്നത്തെ മാർക്കറ്റിലെ പ്രധാനപ്പെട്ട ക്രൈസിസ് നമ്മളെല്ലാവരും കണ്ടതാണ്. LVB ബാങ്ക് അഥവാ ലക്ഷ്മി വിലാസ് ബാങ്കിൽ ഉണ്ടായിരിക്കുന്ന ക്രൈസിസ്. യെസ് ബാങ്ക് പോലെ തന്നെ ഈ ബാങ്കും ഇനിയുള്ള സമയങ്ങളിൽ ഒരു വളരെ ലോ റേഞ്ചിൽ ട്രേഡ് ചെയ്യുവാൻ അല്ലെങ്കിൽ ആ ഒരു ലോ റേഞ്ചിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റിൽ ആവാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ടൈമിലി ഏതെങ്കിലും മൊമെൻറ്റം റിലേറ്റഡ് ന്യൂസ് വരുമ്പോൾ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ആകുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെയാണ് നാളത്തെ ട്രേഡിംഗ് സെഷന് സഹായിക്കുന്ന മാർക്കറ്റ് റിലേറ്റഡ് ന്യൂസുകൾ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.